ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ക്യാപ്ഷൻ വായിച്ചതുപോലെ നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ 2025 ഫീസ് സ്ട്രക്ചറെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിരുന്നു, ചേച്ചി ഫസ്റ്റ് ഇയർ ഫീസ് എത്രയാണ്, ടോട്ടൽ ഫീസ് എത്രയാണ്, പിന്നെ ഹോസ്റ്റൽ റൂൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫീസ് സ്ട്രക്ചറെ കുറിച്ചിട്ടാണ്. അതുപോലെ കുറേ പിള്ളേർക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. 5th അലോട്ട്മെൻറ്റ് വരെ പബ്ലിഷ് ചെയ്തതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ പേര് വരാത്ത കുട്ടികൾ പേടിക്കേണ്ട, നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിഷം പിടിക്കാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ട്യൂഷൻ ഫീ വന്നിട്ട് 80,328 ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത്. 80,238 ട്യൂഷൻ ഫീസ് മാത്രം. പിന്നെ വരുന്നതാണ് കോഷൻ ഡെപ്പോസിറ്റ്. അത് റീഫണ്ടബിൾ ആണ്. 10,000 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്പെഷ്യൽ ഫീസ് 23,980 രൂപ. അങ്ങനെ ടോട്ടൽ വരുന്നത് 1,14,308 രൂപയാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. അത് കൂടാതെ അതർ ഫീസ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ്, യൂണിഫോം, അങ്ങനെ കുറച്ച് ഫീസും കൂടി ഉണ്ട്. അതെന്തൊക്കെയാ വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പൽസറി ആണ്. അവിടെ ചേരുന്ന എല്ലാവർക്കും ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. എടുക്കാത്ത കുട്ടികളാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം. അതിൻ്റെ റേറ്റ് വന്നിട്ട് 1,546 രൂപയാണ്. പിന്നെ യൂണിഫോമിന് 5,500 രൂപ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചുരിദാറും ക്ലാസ് ടൈമിലുള്ളപ്പോൾ ചുരിദാറും അല്ലാത്തപ്പോൾ നമുക്ക് കോട്ടും പാൻറ്റും ആയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രബ് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഉണ്ണികൾക്കും സ്ക്രബ് ആയിരിക്കും. ഒരു കരീബിയൻ ബ്ലൂ ആണ് നമ്മുടെ കളർ വന്നിട്ട്. അപ്പോൾ അതിന് 5,500 രൂപയാണ് യൂണിഫോമിന്. പിന്നെ കോളേജ് യൂണിയനും SNA സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഫണ്ട് വരുന്നുണ്ട്. അത് 500 രൂപ എല്ലാ കൊല്ലം, അതായത് 4 ഇയറും 500 രൂപ നമ്മൾ അടയ്ക്കണം. SNA പറയുമ്പോൾ സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. കുറേ പിള്ളേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചേച്ചി അമലയും ലിസിയും തമ്മിൽ എന്താ കമ്പാരിസൺ, അതുപോലെ തന്നെ എന്താണ് SNA, NAC എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ സ്റ്റുഡൻറ്റ് മാഗസീൻ ഫണ്ടും ഈ പറഞ്ഞ പോലെ 4 വർഷം നമ്മൾ 500 രൂപ അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് അതർ ഫീസിൻ്റെ അതായത് ഫീസ് സ്ട്രക്ചർ വന്നിട്ട് 8,046 8,046. അപ്പോൾ ആദ്യത്തെ അതായത് അഡ്മിഷൻ ഫീസ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ 1,14,308 പ്ലസ് 8,046. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ വരുന്നത്, ഫസ്റ്റ് ഇയർ ടോട്ടൽ ഫീസ് വിത്തൗട്ട് ഹോസ്റ്റൽ ഇല്ലാത്ത കുട്ടികൾക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഇയർ വരുന്നത് 1,22,538 രൂപയാണ്. 534 രൂപയാണ്. 1,22,534 രൂപയാണ് ഹോസ്റ്റലിൽ ഇല്ലാത്ത പിള്ളേർക്ക് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. ഫസ്റ്റ് ഇയറിലെ അഡ്മിഷൻ ഫീ മാത്രം 1,14,308, അതർ ഫീസ് വന്നിട്ട് 8,046. അങ്ങനെ അത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1,22,354 രൂപ. അതാണ് ഹോസ്റ്റൽ ഇല്ലാത്ത പിള്ളേർക്ക് വരുന്ന ഫീസ് ഫസ്റ്റ് ഇയർ. പിന്നെ സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ട്യൂഷൻ ഫീ 80,328. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഫസ്റ്റ് ഇയർ മാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ടുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഫീ ഈ പറഞ്ഞ പോലെ 21,230. അപ്പോൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഏകദേശം സെയിം സ്ട്രക്ചറാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ടോട്ടൽ നമ്മൾ അടയ്ക്കേണ്ട പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,02,558 രൂപയാണ് സെക്കൻഡ് ഇയറിൽ. അതായത് തേർഡ് ഇയറിൽ ഫോർത്ത് ഇയറിലും അതേ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയർ വന്നിട്ട് 1,22,354, സെക്കൻഡ് ഇയർ 1,02,558 രൂപ. അതുപോലെ തന്നെ തേർഡ് ഇയറിലും അത് തന്നെ, ഫോർത്ത് ഇയറിലും. അപ്പോൾ അതാണ് വിത്തൗട്ട് ഹോസ്റ്റലിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഹോസ്റ്റലിൽ ഉള്ളവർക്കാണ് പിന്നെ ഇനി പറയാനുള്ളത്. അവർക്ക് ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ ഫീസ് സെയിം തന്നെ, അതർ ഫീസിൻ്റെ കാര്യത്തിലും അതും സെയിം തന്നെ. ഇനി ഹോസ്റ്റൽ ഫീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റ് അവിടെ നമ്മൾ 10,000 രൂപ അടയ്ക്കണം. അത് റീഫണ്ടബിൾ ആണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയർ 10,000 പേ ചെയ്യണം. പിന്നെ റൂം റെൻറ്റ് പറയുകയാണെങ്കിൽ 12 മാസത്തിന് 2,000 വെച്ചിട്ട്. അപ്പോൾ 2,000 ഇൻറ്റു 12 എത്ര, 24,000 രൂപയാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും 24,000 രൂപ. പിന്നെ മെസ് അഡ്വാൻസ് നമ്മൾ 6,000 രൂപ കൊടുക്കണം. അതും റീഫണ്ടബിൾ ആണ്.
നമുക്ക് പിന്നീട് തിരിച്ചു തരും. മെസ് എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞിട്ട് 2400 ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ 2400 രൂപ നമ്മൾ അടയ്ക്കണം. പിന്നെ മിസ്സലീനിയസ് പറഞ്ഞിട്ട് 600 രൂപയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് ഹോസ്റ്റലിൽ 43,000 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതായത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലിൽ ഇല്ലാത്ത കുട്ടികളുടെ 1,22,354 രൂപയും പ്ലസ് ഈ ഹോസ്റ്റലുള്ള പിള്ളേർക്കാണെങ്കിൽ ഈ 43,000 രൂപയും കൂടി അടയ്ക്കേണ്ടി വരും. അത് പ്ലസ് ചെയ്തിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ സെക്കൻഡ് ഇയറിലാണെങ്കിൽ അവർക്ക് ടോട്ടൽ ഫീ വന്നിട്ട് സെക്കൻഡ് ഇയറിൽ ഹോസ്റ്റലിലുള്ള പിള്ളേർക്കാണെങ്കിൽ 27,000 രൂപ, തേർഡ് ഇയറിലും 27, ഫോർത്ത് ഇയറിലും 27,000 രൂപയാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഹോസ്റ്റലിലുള്ള പിള്ളേർക്ക് ടോട്ടൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഫീ എന്ന് പറയുന്നത് 1,65,354 രൂപയാണ് വരുന്നത്. 1,65,354 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ഇയർ അവർ എത്ര അടയ്ക്കണം എന്ന് വെച്ചാൽ രണ്ടും, അതായത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ സെയിം ഫീസ് സ്ട്രക്ചർ ആണ്. അതായത് അവർ 1,29,558 രൂപയാണ് പൈസ കൊടുക്കേണ്ടി വരിക. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറും സെയിം ഫീ ആയിരിക്കും. 1,29,558 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും. ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ ഹോസ്റ്റലിലെങ്കിലും എനിക്ക് തോന്നുന്നു വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കുറേ അടുത്ത ജില്ലയിൽ, വേറെ ജില്ലയിലൊക്കെ ആണെങ്കിലാണ് നമ്മളിവിടെ ഹോസ്റ്റലിൽ പ്രിഫർ ചെയ്യുന്നത്. അല്ലാത്തവർക്ക് വീട്ടിലേക്ക് പോയി വരാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫീസ് സ്ട്രക്ചർ BScയുടെ വന്നിട്ട്. മാനേജ്മെൻ്റ് ആയാലും ഗവൺമെൻറ് സീറ്റ് ആയാലും സെയിം ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാനേജ്മെൻറ്റിന് വേറെ ഫീ ആണോ, ഗവൺമെൻറ് സീറ്റ് അതായത് രണ്ട് കിട്ടിയാലും സെയിം ഫീസ് സ്ട്രക്ചർ ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കൂടിയിട്ടാണ് അതായത് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ ഫീസ് സ്ട്രക്ചർ വന്നിട്ട് സെയിം ആയിരിക്കും. വേറെ എക്സ്ട്രാ ഫീ ഒന്നും അടയ്ക്കേണ്ടതായി വരില്ല. ആകെ കൂടിയുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അതാണ് ആകെ കൂടിയിട്ടുള്ള മാനേജ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും അവർക്ക്. അപ്പോൾ എല്ലാവരുടെ സംശയവും തീർന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പറ്റുന്നതാണെങ്കിൽ ആ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു റിപ്ലൈ തരുന്നില്ല, യു ആർ ബാഡ് അറ്റ് റിപ്ലൈ എന്നൊക്കെ. നമുക്ക് ടൈമില്ല, ഞാൻ പഠിക്കുവാണ്, തേർഡ് ഇയർ ആണ്, 6th സെം ആണ് ഇപ്പോൾ. അപ്പം നെക്സ്റ്റ് മന്ത് എക്സാം ഒക്കെയാണ് വരുന്നത്. അപ്പം അതിൻ്റേതായ ബിസിയൊക്കെയാണ്. അപ്പം നിങ്ങളുടെ സംശയം എനിക്കറിയാം, കുറേ സംശയങ്ങളുണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തീർത്തു തരാൻ ആരും യൂട്യൂബ് ചാനലായാലും ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളുടെ കൺസേൺസ് എനിക്ക് മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. യൂട്യൂബിൽ പറയുന്ന പോലെ ഒത്തിരി മെസ്സേജസ് വരുന്ന കാരണം എനിക്കത് നോക്കി എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്ലൈ തരുന്നില്ലല്ലോ എന്താ ചെയ്യുന്നൊക്കെ. എനിക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയക്കാൻ നോക്കൂ. അപ്പം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.